പ്രവാസി ക്ഷേമനിധിയുടെ അംശാദായം ഓൺലൈൻ വഴി എങ്ങനെ അടയ്ക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ പ്രവാസി കേരള .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ക്ഷേമനിധിയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കേണ്ടത്. ക്ഷേമനിധിയുടെ മെമ്പർഷിപ്പ് നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ആദ്യം പ്രവാസി കേരള .org എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ലഭിക്കുന്ന പാസ്വേഡും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ആദ്യം ലോഗിൻ ചെയ്തിട്ട് വേണം പ്രവാസി ക്ഷേമനിധിയുടെ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം. ഓക്കെ, പ്രവാസി ക്ഷേമനിധിയിലേക്ക് ഓൺലൈനായി പേയ്മെന്റ് ചെയ്യുന്നതിന് ഗൂഗിൾ ബ്രൗസ് ഓപ്പൺ ചെയ്ത് അതിൽ പ്രവാസി വെൽഫെയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന ഈ പേജിൽ പ്രവാസി വെൽഫെയർ എന്ന ഈ ഭാഗത്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ ബോക്സിൽ യൂസർ നെയിമും പാസ്വേഡും ഉള്ളവർ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന ഈ പേജിൽ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും അതിന് താഴെ പാസ്വേഡും അതിന് താഴെ ക്യാപ്ചയും തെറ്റാതെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ പ്രവാസി കേരള .org ലോഗിൻ ചെയ്ത് വന്നതായി കാണാം. ഇതിൽ ഇടതുവശത്തായി പേ സബ്സ്ക്രിപ്ഷൻ പെനാൽറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന ഈ പേജിൽ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എന്നത് സെലക്ട് ചെയ്ത് പേ നൗ കൊടുക്കുക. തുറന്നു വരുന്ന ഈ പേജിൽ ഒരു കാരണവശാലും റീഫ്രഷ് ബട്ടൺ അമർത്തുകയോ ബാക്ക് ബട്ടൺ അമർത്തുകയോ ചെയ്യരുത്. ഇപ്പോൾ ക്ഷേമനിധിയുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ പേജാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയോ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നെറ്റ് ബാങ്കിംഗ് സർവീസാണ് തിരഞ്ഞെടുക്കുന്നത്. ബാങ്ക് സെലക്ട് ചെയ്ത് മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ അമർത്തുകയോ റീഫ്രഷ് ബട്ടൺ അമർത്തുകയോ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോഗിൻ ചെയ്യാനുള്ള ഒരു ബോക്സ് വന്നതായി കാണാം. ഇതിൽ നെറ്റ് ബാങ്ക് യൂസർ നെയിമും പാസ്വേഡും താഴെ കൊടുത്തിട്ടുള്ള വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ശേഷം ഈ പേജിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് ഇവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രോസസ്സിംഗ് നടക്കുന്നതായി കാണാം. ഈ ഭാഗത്തും ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ അമർത്തുകയോ റീഫ്രഷ് ബട്ടൺ അമർത്തുകയോ ചെയ്യാൻ പാടില്ല. പേയ്മെന്റ് ഈസ് സക്സസ്ഫുൾ എന്ന് വന്നതായി കാണാം. ഇത് നമുക്ക് PDF ആയി സേവ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. ഇങ്ങനെയാണ് പ്രവാസി ക്ഷേമനിധിയിലേക്ക് ഓൺലൈനായി പേയ്മെന്റ് ചെയ്യുന്നത്.